2026 മാർച്ചിൽ SSLCയുടെ പബ്ലിക് എക്സാം എഴുതാൻ പോകുന്ന ഇപ്പോൾ 10ാം ക്ലാസ്സിലേക്ക് എത്തിയ കുട്ടികൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ വീഡിയോ ഒന്ന് അവസാനം വരെ കാണും കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഒന്നാമതായിട്ട് PYQs ഇല്ല. കണ്ടന്റ് കഴിഞ്ഞ 10ാം ക്ലാസ്സിനെ അപേക്ഷിച്ചിട്ട് 30% അധികം കൂടിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പാറ്റേണിൽ കുറച്ച് മാറ്റം വരും. അപ്പോൾ ഇത് മൂന്നും നിങ്ങൾ നേരിടാൻ പോകുന്ന ചെറിയ പ്രശ്നങ്ങളാണ്. പക്ഷേ ഇത് ഒരിക്കലും ഒരു വലിയ പ്രശ്നമല്ല. നിങ്ങൾ 2 കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഈ 3 പ്രശ്നങ്ങൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാം. നിങ്ങൾക്ക് PYQ ഇല്ല, കണ്ടന്റ് ഒരു 30% കൂടിയിട്ടുണ്ട്, എക്സാം പാറ്റേണും മാറുന്നുണ്ട്. പക്ഷേ ഇത് 3 നിങ്ങൾ ഒരിക്കലും ബാധിക്കില്ല. എപ്പോഴാണെന്ന് അറിയാം, നിങ്ങൾ സ്ഥിരമായിട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ. കൺസിസ്റ്റൻറ്റ് വർക്കിംഗ് ഈസ് ദ ഓൺലി സൊല്യൂഷൻ. നിങ്ങൾ സ്ഥിരമായി പഠിക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾക്ക് എന്ത് കിട്ടും? 2026 മാർച്ചിൽ SSLC പബ്ലിക് എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഫുൾ A+ കിട്ടും. എക്സാം വളരെ സിമ്പിളായിരിക്കും. ഈ എക്സാം ടഫ് ആകും, എക്സാം പിന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാകും, ടെൻഷൻ ആകുന്നു, പേടിയാകും എന്ന് പറഞ്ഞ കുട്ടികൾ ശരിക്കും ചെയ്യുന്നത് എന്താ അറിയോ? അവർ ഒരു വസ്തു പഠിക്കുന്നില്ല. പഠിക്കാത്ത ആളുകൾക്ക് എക്സാം ടഫാവും, എക്സാം ബുദ്ധിമുട്ടാവും, എക്സാം ഭയങ്കര പ്രശ്നമാവും. പക്ഷേ നിങ്ങൾ സ്ഥിരമായിട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് PYQ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയാലും കണ്ടന്റ് എത്ര കൂടിയാലും ഒരു പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താ? സ്ഥിരമായി പഠിക്കാൻ എന്നുള്ളത്. നിങ്ങൾക്ക് പുതിയ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ട്, അതിലെ പാഠങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട പരിപാടി സ്ഥിരമായി പഠിക്കാൻ തയ്യാറാവും. മക്കളെ, നിങ്ങൾ സ്ഥിരമായി പഠിക്കാൻ തയ്യാറാണെങ്കിൽ, എഫേർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് 10ാം ക്ലാസ് വരും. ആൾക്കാർ പലതും പറയും ടെക്സ്റ്റ് ബുക്ക് മാറിയിരിക്കുന്നു, ഇതായിരിക്കുന്നു, ഇങ്ങനെ എന്നൊക്കെ പറയും. പക്ഷേ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, സ്ഥിരമായിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ, സ്ഥിരമായിട്ട് പഠിക്കാൻ മടിയാണെങ്കിലും ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ, പഠിക്കാൻ റെഡി ആണെങ്കിൽ, നിങ്ങൾക്ക് 2026 മാർച്ചിൽ SSLC പബ്ലിക് എക്സാമിൽ ഫുൾ A+ ഉറപ്പാണ്. അപ്പോൾ ടെൻഷൻ മാറ്റി വെക്കൂ, സ്ഥിരമായി പഠിക്കാൻ തയ്യാറാവൂ, നിങ്ങളെ തേടി ഫുൾ A+ വരും.